ട്രെയിലർ എല്ലാവരും കണ്ടു. ഇനി നമുക്ക് അതിൻ്റെ ക്രിയേറ്റിവിറ്റീനെ പറ്റിയും ഇനി അത് നമ്മൾ തിയേറ്ററിൽ എത്തിക്കുന്നതിനെ പറ്റിയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കിന്നിവിടെ ചർച്ച ചെയ്യാം, സംസാരിക്കാവുന്നതാണ്. ഈ പടം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വാലപ്പൻ ക്രിയേഷൻ്റെ 6ാമത്തെ പ്രൊജക്റ്റായിട്ടാണ് തുടങ്ങിയത്. വാലപ്പൻ ക്രിയേഷൻസ് സാധാരണ സിനിമ ചെയ്യുന്ന ഒരു രീതിയല്ല എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ആദ്യം ആദ്യം കമേഴ്ഷ്യൽ ഫിലിം ചെയ്തു. ആ ഫിലിമിന് തന്നെ ഞങ്ങൾക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. കൊറോണ കാലത്ത് ഒരുപാട് കലാകാരന്മാർക്ക് തൊഴിൽ ഇല്ലാത്തൊരവസരത്തിലായിരുന്നു ഞങ്ങളത് ചെയ്തത്. അതുപോലെ തന്നെ നമുക്കറിയാമായിരുന്നു, അന്ന് ഒരാശയം ഞങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. നമ്മുടെ സാധാരണഗതിയിൽ ഡോക്ടർമാരുടെ മക്കൾ ഡോക്ടർമാരും, വക്കീലിൻ്റെ മക്കൾ വക്കീലും, പ്രൊഫസർമാരുടെ മക്കൾ പ്രൊഫസർമാരായി വരുന്നൊരു രീതിയാണ് നമ്മുടെ സമൂഹത്തിൽ കാണാറ്. അപ്പോൾ നമ്മുടെ സിനിമാ മേഖലയിലും സിനിമാക്കാരുടെ മക്കളാണ് അതിനകത്ത് ഷൈൻ ചെയ്ത് മുന്നോട്ട് വരുന്നത്. ഈ മാറ്റം, ഇതിലൊരു മാറ്റമുണ്ടാവണമെന്ന് കരുതിയിട്ടാണ് നമ്മൾ കുറേ അധികം പുതുമുഖ സാധാരണക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടും നമ്മുടെ സിനിമാ മേഖലയിൽ വളരെ കഴിവുറ്റ മുൻനിരയിലേക്ക് വരാൻ സാധിക്കാൻ അവസരം കിട്ടാത്ത രണ്ടാം നിരയിലെ മെയിൻ കഥാപാത്രങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു സിനിമയായിട്ടാണ് ഞങ്ങളന്ന് ആ പടം ആവിഷ്കരിച്ചത്. വളരെയധികം സാമ്പത്തിക നേട്ടത്തിനോ മറ്റോ അല്ല ഞങ്ങളുടെ ഈ ആശയം കൊണ്ടുവരിക, എന്നാൽ ഞങ്ങൾ പണം നഷ്ടപ്പെടുത്താതെ അത് സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കുകയാണ് ഉണ്ടായത്. ആ സിനിമയിൽ നമുക്കറിയാം, പാഷാണൻ ഷാജി അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആദ്യത്തെ നായക വേഷം കിട്ടിയൊരു സിനിമയാണ്. നമുക്കറിയാം, അതുപോലുള്ള ക്യാരക്ടറിന് നായിക വേഷം കൊടുക്കാൻ ഒരു പ്രൊഡ്യൂസർ ഒന്ന് ആലോചിച്ചിട്ടായിരിക്കും, കഴിവില്ലാണ്ടല്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സിനിമാ മേഖല എന്ന് പറയുന്നത് പല ഇക്വേഷൻസ് വെച്ചുകൊണ്ടാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന നായകനും ഇന്ന നായികയും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് ഇത്രയും ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇത്ര കോടി ചിലവാക്കി എന്ന് പറഞ്ഞാൽ മാത്രമാണ് അതിന് റേറ്റ് ഉണ്ടാവുള്ളൂ എന്ന ഒരു സമീപനത്തിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ടാണ് ഞങ്ങളുടെ ആദ്യത്തെ കമേഴ്ഷ്യൽ സിനിമ ഞങ്ങൾ ചെയ്തത്. അപ്പോൾ അത് സമൂഹത്തിലേക്ക് ഒരാശയം കൊടുക്കാനും ഞങ്ങളുടെ പണം നഷ്ടപ്പെടുത്താതെ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒരുപാട് താരങ്ങളെ ഞങ്ങൾക്ക് പുതുമുഖങ്ങളായിട്ട് നമ്മുടെ സിനിമാ മേഖലയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഞങ്ങളെ പറ്റി സാധിച്ചു. അതുപോലെ തന്നെ രണ്ടാം നിരയിലെ ആൾക്കാരെ മുൻപോട്ട് കൊണ്ടുവരാൻ അതിലഭിനയിച്ചവർ പാഷാൺ ഷാജിക്ക് പുറമെ നീന കുറുപ്പുണ്ട്. പഴയകാല നായികയായിട്ട് അഭിനയിച്ച നമ്മുടെ നീന കുറുപ്പ്, എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെ ഒക്കെ ഒപ്പം തന്നെ കരിയർ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ സുനിൽ സൂദ, ചെമ്പിൽ അശോകൻ, ശിവജി ഗുരുവായൂർ, നമുക്കറിയാം ഇവരൊക്കെ കഴിവുറ്റ ആൾക്കാരാണ് നമ്മുടെ സിനിമാ മേഖലയിൽ. പക്ഷെ അവർക്കൊന്നും മുഖ്യ റോളുകളിലേക്ക് വരാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ വിഭിന്നമായിട്ടാണ് നമ്മൾ അന്ന് ആ പടം ചെയ്തതും അത് വിജയിപ്പിച്ചതും. സമൂഹത്തിന് അങ്ങനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. ചെറിയ ബഡ്ജറ്റിൽ വലിയ സിനിമ, അതുപോലെ തന്നെ എല്ലാവർക്കും സാന്നിധ്യം, പുതുമുഖങ്ങൾക്ക് അവസരം, ഇതെല്ലാം ചെയ്ത് ഞങ്ങൾക്ക്, അതും പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക, ഈ കോവിഡ് കാലത്ത് ചെയ്തൊരു പടമായതുകൊണ്ട് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ നമുക്ക് കുറച്ചൊക്കെ സഹായിക്കാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് ഞാൻ ഒരു ബിസിനസ്സുകാരൻ എന്ന് മാത്രമല്ല, എൻ്റെ സമ്പാദ്യത്തിൻ്റെ, എൻ്റെ അധ്വാനത്തിൻ്റെ, എൻ്റെ വിയർപ്പിൻ്റെ ഒരു ഭാഗം ഞാൻ പല മേഖലകളിലായി ചിലവ് ചെയ്ത് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു അന്ന് ഞാൻ ആ സിനിമ ചെയ്തതും കൂടി. അതിനുശേഷം പിന്നെ നമ്മൾ ഒരു ആശയം മുന്നോട്ട് വന്നു. സിദ്ദിഖ് പറവൂരിനെ ഞാൻ കണ്ടുമുട്ടുകയും എനിക്ക് തോന്നുന്നു 1 വർഷത്തിലധികമായി ഇപ്പോൾ അദ്ദേഹമായിട്ടുള്ള സൗഹൃദം. അപ്പോൾ എൻ്റെ തിരക്കുകൾക്കിടയിലും അദ്ദേഹം എന്നെ തേടിപ്പിടിച്ച് ഞങ്ങൾ നമ്മുടെ സ്വന്തമായ ഒരു ബിൽഡിങ്ങും ഓഫീസും ഞങ്ങൾക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചാലക്കുടിയുടെ ഹൃദയഭാഗത്ത് തന്നെയുണ്ട്. 6 നിലകളിലായിട്ട് പ്രവർത്തിക്കുന്ന ആ ബിൽഡിങ്ങിൽ അദ്ദേഹം വരികയും ഞാനായിട്ട് സംസാരിക്കുകയുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി വളരെ നല്ല വ്യക്തിത്വവും അതുപോലെ തന്നെ
സിനിമാ മേഖല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആർക്കും ആരോടും ഒരു കടപ്പാടില്ല. ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നതല്ല. കാരണം പ്രൊഡ്യൂസർക്ക് മാത്രം നഷ്ടം ഉണ്ടാക്കുന്ന ഒരു മേഖല, അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് മാത്രം ലാഭം ഉണ്ടാക്കുന്ന മേഖല, അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഈ സിനിമ എന്ന് പറയുന്നത് ചെയ്യുന്നത്. അപ്പോൾ സിദ്ദിഖ് എൻ്റെ ഒരു ബ്രോ ആണ്, ഞാൻ ബ്രോ എന്ന് വിളിക്കാറ്, സിദ്ദിഖ് ഭായ് എന്നും വിളിക്കും. അപ്പോൾ അദ്ദേഹം വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ 2 സിനിമകൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ നല്ലത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് സമൂഹത്തിന് ഒരു തീം, ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു 2 സിനിമകളായിരുന്നു. അപ്പം അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ വീണ്ടും ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ഉള്ള പ്ലാനിങ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ, ചിലപ്പോൾ വേൾഡിൽ തന്നെ ഒരു ലൊക്കേഷനിൽ ഒരേ ക്രൂസിന് ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ സിനിമ നിർമ്മിച്ചത്. മീൻസ് ഇപ്പോൾ ഒരു വീട്, ആ വീടിൻ്റെ മുൻഭാഗം ഒരു സിനിമയുടെ വീടായിട്ടും പിൻഭാഗം വേറൊരു വീടിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചിത്രീകരിച്ചത്. അപ്പം ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് ഓടേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അവിടെ തന്നെ ചിലവ് കുറഞ്ഞു. രണ്ടാമത് ഇതിൻ്റെ ക്രൂസ്, ഇത് എല്ലാവരും തന്നെ, ഇപ്പോൾ ഡോക്ടർ അനശ്വര, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പലരും ഉണ്ട്, സദസ്സിലുണ്ട്, എല്ലാവരും അവിടെ തന്നെ ചിലപ്പോൾ 1 മണിക്കൂർ മുൻപ് നിഴൽ വ്യാപാരികളുടെ ഷൂട്ട് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോൾ അഭിനയിക്കാൻ പോകുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറിനെയാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ആ ഒരു സംവിധാനം നമ്മുടെ ഈ ഇവിടെ ഇരിക്കുന്ന ഈ കലാകാരന്മാരിൽ ഈ കല ഒളിച്ചിരിക്കുന്നുണ്ടെന്നുള്ള ഒരു സവിശേഷതയും കൂടിയും ഇതിനകത്തുണ്ട്. അങ്ങനെ നമ്മുടെ സിദ്ദിഖ് ഭായിയുടെ ഈ പ്രചോദനവും, അതുപോലെ തന്നെ ഞാനും അദ്ദേഹത്തോടൊപ്പം കൂടിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ധൈര്യം, ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയണമെന്നൊന്നും വിചാരിക്കരുത്. കാരണം അദ്ദേഹം സത്യത്തിൽ ഞാനുണ്ടെങ്കിൽ ഒരു ധൈര്യമാണെന്ന് ഇപ്പം പറയുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. അപ്പോൾ ചെറിയ പൈസ എന്ന് പറഞ്ഞാലും ആന മെലിഞ്ഞാലും തൊഴുത്തേക്ക് കെട്ടാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ സിനിമയ്ക്ക് ആവശ്യമായ ഘടകങ്ങളിലുള്ള പൈസ ചിലവാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ആ സിനിമ നിർമ്മിച്ചത്. അത്യാവശ്യം പൈസ ചിലവായെങ്കിലും ഞങ്ങൾക്ക് നല്ല മാനസിക സന്തോഷമുണ്ട്. കാരണം ഇതൊരു നല്ല സോഷ്യൽ മെസ്സേജ് ആയിരുന്നു. അതിനെപ്പറ്റി അദ്ദേഹം പറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2ാമത്തെയും 3ാമത്തെയും പ്രോജക്റ്റ് അങ്ങനെ ചെയ്തു. അതിന് നിരവധി അവാർഡുകൾ കിട്ടി. ആദ്യം ഞങ്ങൾക്ക് സത്യജിത്ര റായ് ഫൗണ്ടേഷൻ്റെ അവാർഡ് 9 or 10 അവാർഡ് അതിനകത്ത് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അവാർഡ്, രാജസ്ഥാൻ ഫിലിം സൊസൈറ്റി അവാർഡ് അത് കിട്ടിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ഫിലിം ക്രിട്ടിക് അവാർഡ്. അപ്പോൾ അത്രത്തോളം എത്തി നിൽക്കുന്നു. പല ഫെസ്റ്റിവലുകൾക്കും അയച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങളത് പടം റിലീസ് ചെയ്യാത്തത്. ജോസഫ് സാറ് പറഞ്ഞ പോലെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടെന്നറിയാം. ഒരു പക്ഷേ ചിലപ്പോൾ ഞങ്ങൾക്ക് ഇനിയും പല ഫെസ്റ്റിവലുകളിലും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അവാർഡ് കിട്ടുമോ ഇല്ലയെന്നറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള മുന്നോട്ടുള്ള പ്രയാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജി മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് പരിചയപ്പെടുത്താൻ. എല്ലാവർക്കും അറിയാം AI പറ്റി. എന്നിരുന്നാലും സിനിമ രൂപത്തിൽ ഫുള്ളായിട്ട് ചിത്രീകരിച്ച് സെൻസർ ചെയ്ത് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ആദ്യത്തെ വാലപ്പൻ ക്രിയേഷൻ്റെ ചിത്രമാണ്. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനോ അതുപോലെ തന്നെ അത് ജനങ്ങളിൽ എത്തിക്കാനുമായിട്ടാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഈ AI ഫിലിമിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളും വിശേഷങ്ങളും ഈ മീറ്റിങ്ങിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളോ കാര്യങ്ങളോ എല്ലാം നമുക്കിവിടെ സംസാരിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. പ്രിയ മാധ്യമ പ്രവർത്തകരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ മേഖലയിലും AI അതേപോലെ തന്നെ മറ്റു ടെക്നോളജി, നാനോ ടെക്നോളജി കടന്നു വരികയാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ വികാസ പരിണാമത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഓരോ മേഖലയിലും AI പല രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ
അയാളുടെ ക്യാമറ ഇനി കൈകാര്യം ചെയ്യുന്നത് AI ആയിരിക്കും. അത് അതിൻ്റെ പല ഫങ്ഷൻസും AI കൊണ്ട് കൃത്യമായിട്ട് ചെയ്യിക്കാൻ കഴിയും. അതേപോലെ തന്നെ ഒരു മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആൾക്ക് അദ്ദേഹത്തിൻ്റെ ശൈലിയിലുള്ള അദ്ദേഹം എഴുതിയ റിപ്പോർട്ട് പെർഫെക്ഷനാക്കാനായിട്ട് AI ഉപയോഗിക്കാം. അങ്ങനെ ഓരോ മേഖലയിലും ഒരു ഡോക്ടർക്ക് ഇപ്പോൾ ഡോക്ടർ അനശ്വര ഒരു അനസ്തീഷിസ്റ്റാണ്. അപ്പോൾ ഡോക്ടർ അനസ്തീഷിസ്റ്റായിട്ടുള്ള അപ്പോൾ ആ പ്രവർത്തനങ്ങളിൽ അക്യുറേറ്റായിട്ട് ചെയ്യാനായിട്ട് AI കൊണ്ട് പറ്റും. അങ്ങനെ ഓരോ മേഖലയിലും അതേപോലെ തന്നെ സിനിമയിലും പറ്റും. ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ട് എല്ലാവർക്കും AI സിനിമ പിടിക്കാൻ പറ്റുമെന്നുള്ളത്. അതിന് എനിക്ക് അത്ര ഒരു അഭിപ്രായമില്ല. കാരണം സിനിമ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അത്തരം ഒരു കൂട്ടായ്മകൾക്ക് AI സിനിമ അല്ല ആ സിനിമയ്ക്ക് അവർ ചെയ്യുന്ന സിനിമയ്ക്ക് AI ഒരു പരിധി വരെ ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ AI ഒരു 4ാം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിനിമയിലൊക്കെ ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ AI 4ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ വരും വർഷങ്ങളിൽ അതിൻ്റെ പല മോഡലുകളും AIയുടെ ഇതുമായി ബന്ധപ്പെട്ട മോഡലുകളെല്ലാം അപ്ഡേഷനാകും. 27ലും 28ലുമൊക്കെ വലിയ മാറ്റങ്ങൾ അതിലുണ്ടാകും. അപ്പോൾ ആ സമയത്ത് അപ്പോഴും സിനിമ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അത് ഗുണമാകുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ ഈ നമ്മൾ സാധാരണ രീതിയിലുള്ള പുതിയ താരങ്ങളുടെ അവതാരം ഉണ്ടാകുക വളരെ പ്രയാസമാണ്. ഇപ്പം നിലവിലുള്ള നടന്മാരുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളായിരിക്കും കൂടുതൽ ഇത്തരം പ്രവർത്തനങ്ങൾ അതിൽ വ്യാപൃതമാകുകയും അത്തരം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. കാരണം അവർക്ക് ഒരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ മാർക്കറ്റ് ഉപയോഗിക്കാനായിട്ട് അത്തരം കമ്പനികൾക്ക് കൂടുതൽ കഴിയും. അപ്പോൾ അതിനാണ് കൂടുതൽ സാധ്യതയുള്ളത്. പിന്നെ ഇതിൻ്റെ നിർമ്മാണ ചെലവ് വളരെ കുറക്കാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധ്യതകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോഴും ഈ നിർമ്മിത ബുദ്ധിക്ക് മുകളിൽ തന്നെയാണ് മനുഷ്യൻ്റെ സ്ഥാനം. കാരണം നിർമ്മിത ബുദ്ധി എപ്പോഴും നിർമ്മിത ബുദ്ധി തന്നെയാണ് മനുഷ്യൻ്റെ ബുദ്ധി. അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിക്ക് മനുഷ്യൻ്റെ വികാരങ്ങളൊന്നുമില്ല. മനുഷ്യൻ്റെ ജൈവികമായിട്ടുള്ള വികാരങ്ങളൊന്നും നിർമ്മിത ബുദ്ധിക്കില്ല. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ആദ്യമായിട്ട് ജപ്പാൻ പുറത്തിറക്കിയ ഒരു ഹ്യൂമനോയിഡ്, അതിന് സൗദി അറേബ്യ വിലക്ക് വാങ്ങിയത്. എന്നിട്ട് അതിന് സൗദി അറേബ്യയിൽ പൗരത്വം കൊടുത്തു. അപ്പോൾ സൗദി അറേബ്യയിലെ ഒരു പൗരൻ ഈ സോഫിയ എന്ന് പറയുന്ന ഹ്യൂമനോയിഡാണ്. അപ്പോൾ ഒരിക്കലും ബോംബെയിൽ നമ്മുടെ ഒരു ശാസ്ത്ര കോൺഫറൻസിൽ ഈ സോഫിയ വന്നിരുന്നു. അപ്പോൾ സോഫിയയുടെ പത്രക്കാരൻ നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, താങ്കളുടെ ഏറ്റവും ലക്ഷ്യം എന്താണ്? അപ്പോൾ അത് പറഞ്ഞത് എനിക്ക് വിവാഹം കഴിച്ച് ഒരു കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കാനാണെന്നുള്ളത്. അപ്പോൾ അത് നടക്കാത്ത കാര്യമാണ് ശരിക്കും. അപ്പോൾ മനുഷ്യനും ഇതും തമ്മിലുള്ള ഒരു മത്സരം നടക്കും. പക്ഷേ അവിടെയും മാനുഷിക ഗുണങ്ങളുള്ളത് മനുഷ്യർക്ക് മാത്രമായിരിക്കും എന്നാണ് എനിക്ക് ഇതുവരെയുള്ള ഇതിൽ നിന്നുള്ള പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എങ്കിൽ തന്നെയും ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് സ്വതന്ത്ര സിനിമക്കാർക്കാണ്. ഒരു പ്രൊഡ്യൂസറെ കിട്ടാതെ തനിക്ക് പറയാനുള്ള കഥകൾ ആളുകളോട് പറയാൻ ഈ സാങ്കേതികവിദ്യ ഒരു പരിധിവരെ അത്തരം സിനിമക്കാർക്ക് വളരെയധികം ഗുണകരമായിരിക്കും. വരും കാലങ്ങളിൽ ഈ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സ് ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുകയും നല്ല നല്ല സിനിമകൾ മലയാളത്തിലുണ്ടാകുകയും ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ ഈ സിനിമ ഞങ്ങൾ കറുപ്പിലും വെളുപ്പിലും നിർമ്മിച്ചത് 2 ആളുകളോടുള്ള അവരുള്ള ആദരത്തിൻ്റെ പേരിലാണ്. ഒന്ന് ജോൺ എബ്രഹാം, അദ്ദേഹത്തിൻ്റെ അമ്മ അറിയാൻ എന്നുള്ള സിനിമ ഇപ്പോൾ അദ്ദേഹത്തിനുള്ള ആദരസൂചകമായിട്ട് കാൻ ഫെസ്റ്റിവലിൽ കളിച്ചു. അതേപോലെ തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി അദ്ദേഹം അഭിനയിച്ച ബ്രഹ്മയുഗം എന്ന സിനിമ ഓസ്കാർ വേദിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങളിത് ഈ സിനിമ കറുപ്പിലും വെളുപ്പിലും നിർമ്മിച്ചത്. അപ്പം എന്തായാലും ഈ മലയാളത്തിലെ ആദ്യത്തെ ഈ AI സിനിമയ്ക്ക് നിങ്ങൾ മാധ്യമപ്രവർത്തകർ അത് ജനങ്ങളിലെത്തിക്കുന്നതിന്
എല്ലാവിധ സഹകരണങ്ങളും ചെയ്യണമെന്നും ഞങ്ങളെ ചേർത്ത് പിടിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. ഹായ് എവ്രി വൺ. ഞാനും ഇങ്ങനെ നന്ദിയൊക്കെ പറഞ്ഞ് തുടങ്ങണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ താങ്ക്സ് ടു ഡയറക്ടർ സിദ്ദിഖ് സർ, പ്രൊഡ്യൂസേഴ്സ് ഷാജു ആലപ്പൻ, പിന്നെ എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതും കണ്ടിന്യൂസ് ആയി ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതും എൻ്റെയും സോഴ്സായ ജലീൽ ഖാൻ. സോ പിന്നെ there are certain other peoples. So a big thanks to them. അപ്പോൾ ഞാൻ ഈ ട്രെയിലർ കാണുന്നതിന് മുന്നേ വരെ എനിക്കും ചെറിയൊരു ആൻറ്റിസിപ്പേഷൻ അല്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ള ഒരു തോട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വന്നപ്പോൾ സാറിനോട് ചോദിച്ചു, എനിക്ക് ചെറിയൊരു ക്ലിപ്പെങ്കിലും അയച്ചു തരായിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ഞാൻ എന്താണ് കാണാൻ പോകുന്നത്. സാർ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, യു കെൻ സീ. അപ്പോൾ ഞാനും അത്രയും ആങ്സൈറ്റിയോട് കൂടിയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് കാണുന്നില്ല, ഞാൻ താഴെ ഇറങ്ങിപ്പോയി കണ്ടിട്ട് പറയാം എന്ന് പറഞ്ഞു. ഞാൻ താഴെ ഇറങ്ങി, ഞാൻ കണ്ടു. So I was thinking something cartoonish, like I was not expecting that thing to have a precise emotion or a precise movement or anything, but I think that was excellent so far. And പിന്നെ ഞാൻ എന്താ പറയുക, ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ ഭയങ്കരമായി അഭിനയിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യണം, ഞാൻ അങ്ങനെ ലൈക്ക് എവ്രി അതർ ആക്ടേഴ്സ് ഹു ഹാവ് ഓൾ ദോസ് തിങ്സ് ഇൻ ദർ മൈൻഡ്, ഐ ഓൾസോ ഹാവ് സർട്ടൻ തിങ്കിങ് ലൈക്ക് ഐ ഷുഡ് ഡു ദിസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ താഴെ ഇരുന്ന് ചിന്തിച്ചത്, ഐ ആക്ച്വലി ഷുഡൻ ഡു ഓൾ ദിസ് തിങ്സ്, സംതിങ് ക്യാൻ ഓൾറെഡി ഡു ഓൾ ദോസ് തിങ്സ്. ബട്ട് ദെൻ ദിസ് ക്ലിക്ക് ടു മൈ മൈൻഡ് ദാറ്റ് സ്ക്രീനിൽ നമ്മൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യുന്ന മുഖങ്ങളെയാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടി ഇപ്പം ഞാൻ സാറ് പറഞ്ഞ പോലെ റീപ്ലേസ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഒരു ആക്ടറിനെയും, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എൻറ്റയർ സിവിലൈസേഷനെ ഒന്നും AI ഒന്നും റീപ്ലേസ് ചെയ്യാൻ പോകുന്നില്ല. എക്സാക്ട്ലി അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇറ്റ് ഈസ് നോട്ട് ഗോണ റീപ്ലേസ്, റാദർ ഇറ്റ്സ് ഗോണ ബി എ പാരലൽ തിങ്. ഈ പറഞ്ഞ പോലെ സ്വതന്ത്ര സിനിമ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രൊഡ്യൂസർ കിട്ടാത്തവർക്കോ അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാത്തവർക്കോ അങ്ങനെയുള്ളവർക്ക് ഇത് ഒരു നല്ല മീഡിയമാണ് ടു ഗിവ് എ മെസ്സേജ്. ദാറ്റ് ഈസ് വാട്ട് ഐ കൺക്ലൂഡഡ് ഇൻ ദിസ് തിങ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് വണ്ടർഫുൾ. ഇറ്റ്സ് എൻ ഈസി വേ ഓഫ് കൺവേയിങ് മെസ്സേജ് ടു ദ സൊസൈറ്റി. And I think people should put this thing into use in a good way. That is the other thing. People can always exploit. എല്ലാ സാധനത്തിനും നല്ല വശമുണ്ട്, മോശം വശമുണ്ട്. അപ്പം നല്ല വശത്തിൽ കൂടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അങ്ങനെ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കും. ശരി, നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഈ വടികൊടുത്ത് അടിപടിക്കുക എന്ന് പറയുന്ന പരിപാടിയാണത്. കാരണം ഞാനാണ് ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തത്. അപ്പം എന്നോട് പറഞ്ഞു കുറച്ച് ഫോട്ടോസൊക്കെ വേണം, കുറച്ച് നന്നായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റില്ല് ചെയ്ത് കൊടുത്തത്. പക്ഷെ എന്നോട് പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഇത് എനിക്ക് തന്നെ എൻ്റെ തലയ്ക്ക് തന്നെ അടിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും ഞാൻ തമാശ പറഞ്ഞാണ്. ശരിക്കും ഞാൻ 33 സിനിമ ചെയ്തൊരു സിനിമാറ്റോഗ്രാഫറാണ്. അപ്പം സിനിമയ്ക്ക് നൂതനാശയങ്ങൾ എപ്പോഴും സ്വാഗതം ചെയ്യുന്ന ഒരു മീഡിയമാണ്. ശരിക്കും AI-യുടെ സാധ്യത സിനിമയ്ക്ക് ആവശ്യമാണ്. ഡിമാൻഡ് ചെയ്യുന്നിടത്ത് മാത്രമേ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പം സാറ് പറഞ്ഞതുപോലെ ചിലവ് അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യാൻ അല്ലെങ്കിൽ കഴിയാൻ പറ്റാത്ത ഒരാൾക്ക് ഈ ഒരു മീഡിയ നല്ലത് തന്നെയാണ്. പക്ഷെ എപ്പോഴും ഒരു മാനുവൽ ഒരു അഭിനേതാവ്
അല്ലെങ്കിൽ ഒരു കഥാസന്ദർഭം അത് ഒരു നടനോ നടിയോ അഭിനയിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഉദാത്തമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ സിനിമയ്ക്ക് ഇപ്പം സിനിമ വരുന്നുണ്ടെങ്കിൽ പോലും ഇനി ഭാവി കാലത്ത് ഇപ്പോൾ ടോം ആൻഡ് ജെറിയൊക്കെ പോലെ ഒരുപക്ഷെ ഒരു നടനോ നടിയോ ഉണ്ടാകും. അത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ റൈറ്റ്സ് ആയിരിക്കും. അപ്പോൾ അത് അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ, വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാധ്യത ഇതിനകത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. കാരണം ചിലപ്പം ഇന്ത്യയിലുള്ള കുറച്ച് പിന്നെ എന്താ പറയണ്ടേ ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു ആളോ അല്ലെങ്കിൽ വേറെ അത്തരം ഒരു സന്ദർഭങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ആർട്ടിസ്റ്റുകളായിരിക്കും ഓരോ രാജ്യത്തിൻ്റെയും, ചിലപ്പം ഓരോ സംസ്ഥാനത്തിൻ്റെയും. അത് അവരുടെ ബ്രാൻഡായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇത്തരം സാറ് പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഞാൻ ഒരു 2 മലയാള പാർട്ട് ഓഫ് സിനിമയുടെ ഒരു പാർട്ടായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മുഴുനീള ഒരു സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് തോന്നുന്നു. എന്തായാലും സാറ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇതിലുണ്ടാവണം. കാരണം നമ്മുടെ ഒരു ചെറിയ നേരത്തെ വാലപ്പൻ സാറ് പറഞ്ഞ പോലെ പരിമിതികൾക്കുള്ളിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ക്യാൻവാസിൽ തന്നെയാണ് അതിൻ്റെ ആശയപരമായിട്ട് പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും നമ്മളോട് എന്താ പറയുക സഹകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. മലയാള സിനിമ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു പടമാണ് വാഗ്ദത്ത ഭൂമി. ഇതിൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ ഹസ്ബൻഡ് ഷാജു വാലപ്പനാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സിദ്ദിഖ് പറവൂറാണ്. പിന്നെ ഒരു മലയോര കർഷക ഫാമിലിയുടെ ഒരു കഥ കൂടിയാണ് ഈ സിനിമ. അപ്പോൾ ഈ സിനിമ എല്ലാവരും കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യണം. ഇത് ഞങ്ങളുടെ ഒരു 6ാമത്തെ പ്രൊജക്റ്റ് കൂടിയാണ്. അപ്പോൾ ഇതിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളെ ഒന്ന് വഴി തെറ്റിച്ചിട്ടൊരു കാര്യം പറയാമെന്ന് വിചാരിക്കുക. വഴി എന്നൊന്നില്ല, നാം നടക്കുമ്പോൾ തെളിയുന്നതാണ് വഴി. ഇതൊരു സൂഫി പഴമൊഴിയാണ്. ഞാൻ എന്തുകൊണ്ടാണിത് പറയുന്നതെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ ഗദ്ഗത കണ്ടനായത് നിങ്ങൾ കണ്ടു. അദ്ദേഹം പറഞ്ഞു വഴി തെറ്റിപ്പോയി എന്ന്. അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്ത് അല്ലെങ്കിൽ മനുഷ്യകുലത്തിൻ്റെ ചരിത്രത്തിൽ വളരെ ഫിനോമിനലായ ഒരു മാറ്റം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് വഴിതെറ്റിപ്പോയവരെല്ലാം വഴിത്തിരിവിലെത്തി നിൽക്കുന്ന ഒരു കാലം. മനുഷ്യൻ്റെ തലച്ചോറ് അത്ര പെട്ടെന്നൊന്നും മാറ്റത്തിന് തയ്യാറാകുന്ന ഒന്നല്ല ശരിക്കും. അതുകൊണ്ട് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും വന്നിട്ട് ഒരു മുഴം നീട്ടി ഒരേറെറിയും. അവിടെ വെച്ചടി ആളുകൾ അവിടെ എത്തുമ്പോൾ അവിടെയും ഉണ്ടാവും പിന്നെയും ഒരു മുഴം നീട്ടി എറിയാൻ ഒരാൾ. അങ്ങനെയാണ് ഇവിടെ എല്ലാ വികസനങ്ങളും ഉണ്ടാകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള തലച്ചോറുള്ള ആരോ ഒക്കെ ഉണ്ടാക്കുന്നത് എല്ലാം മനുഷ്യൻ്റെ വെൽഫെയറിന് വേണ്ടിയാണ്. അപ്പോൾ ഈ സിനിമാ ലോകത്ത് ഇങ്ങനെ ഒരു പയനിയറിങ് അറ്റംപ്റ്റ്, ആ ഒരു മുഴം നീട്ടിയേറ് തന്നെയാണ്. ഒരു പയനിയറിങ് അറ്റംപ്റ്റ് എടുക്കുന്നവർക്ക് ഒത്തിരി പ്രോ ആക്റ്റീവായിട്ടുള്ള ചിന്തയുള്ളവരായിരിക്കും. അതിനവരൊരുപാട് പെയിൻ സഹിക്കുന്നുണ്ടാകും. ആ വേദനയിൽ നിന്ന് ഒരു പ്രസവത്തിലുണ്ടാകുന്നത് പോലെയുള്ള ആ പെയിനിൽ നിന്നുള്ള ഒരു പ്ലഷർ അവരനുഭവിക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാട് കയറി പോകുന്നില്ല. ഒരു അഭിനേത്രിയാകുക എന്നതൊന്നും എൻ്റെ വിദൂര സ്വപ്നത്തിലുണ്ടായിരുന്നില്ല. സത്യത്തിൽ ഞാനൊരു ജേർണലിസ്റ്റ് ആകാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ ജീവിതം എന്നെ കൊണ്ടുപോയത് വേറെ എവിടെയൊക്കെയാണ്. അതുപോലെ തന്നെ ഇപ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാനൊരു പ്രീ സ്കൂൾ നടത്തുകയാണ്. അവിടെ ഞാൻ ചെയ്യുന്നത് കുഞ്ഞു കുട്ടികളുടെ ബ്രെയിൻ 6 വയസ്സിനുള്ളിൽ 90% ഡെവലപ്പ് ചെയ്യും എന്ന് സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ആ കാലഘട്ടത്തിൽ ആ കുഞ്ഞുങ്ങളെ
ആണ് ഞാൻ മോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഈ പറയുന്ന പുറംതിരിയൽ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ എൻ്റെ കണ്ടംപററീസാണ് ഇവരെല്ലാവരും. ഞങ്ങൾ 20-ലും 30-ലും ഒക്കെ ചെയ്തതിൻ്റെ മേന്മ 40-ൽ വന്നിട്ട് 50-ലെത്തുമ്പോൾ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതിന് കിട്ടുന്നൊരു സിഗ്നിഫിക്കൻസ്, അതിന് ശേഷമുള്ളൊരു സക്സസ്, അതിന് ശേഷമുള്ളൊരു അബണ്ടൻസ്, ഇങ്ങനെ ഒരു പരിവർത്തന ഘട്ടത്തിൽ നിൽക്കുന്ന കുറേ നല്ല മനുഷ്യരാണ് ഈ വേദിയിലിരിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യെസ്, ഈ വാഗ്ദത്ത ഭൂമി നമുക്കുള്ളതല്ല, നമ്മുടെ വരും തലമുറകൾക്കുള്ളതാണ്. അപ്പം നമ്മൾ ചെയ്തു വെച്ച് പോകേണ്ട കാര്യങ്ങൾ ചെയ്തു വെച്ചു എന്ന ഒരു സംതൃപ്തിയോടുകൂടി ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന് എനിക്ക് സർവേശ്വരനോട്, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിനോട്, പ്രപഞ്ചത്തിനോട് നന്ദി പറയാനുണ്ട്. നന്ദി, നമസ്കാരം. ഞാൻ മൈക്ക് സാറിന്. സ്നേഹം നിറഞ്ഞ ഷാജു വാലപ്പൻ, സിദ്ദിഖ് സാറെ, പ്രിയമുള്ളവരെ, ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ടീച്ചർ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഒരു വഴിവെട്ടിയാണ്. കാരണം ഒന്ന് വന്നു, അതിനുശേഷം ഇനി വേറെ ആൾ അതെറിയും. അത് നടന്നു പോകണം. ഫിലിം ഇൻഡസ്ട്രീനെ ഒരു വലിയൊരു ദൂരത്തേക്ക് കൊണ്ടുപോകാത്. പക്ഷേ എന്നിരുന്നാലും ഇതിന് വഴി വെട്ടാനും അതിന് ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുക്കാനും ഒരാൾ വേണം. അത് ഷാജു വാലപ്പനും സിദ്ദിഖ് സാറും കൂടി ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇതിൻ്റെ സാമ്പത്തികമായാലും സാമ്പത്തികം മാത്രം പോരാ, അന്ന് തന്നെ ഡയറക്റ്റ് ചെയ്യണം. ഡയറക്റ്റ് മാത്രം പോരാ, സാമ്പത്തികം വേണം. അതെല്ലാം ഷാജു വാലപ്പൻ്റെ നേതൃത്വത്തിൽ ചെയ്തു, സിദ്ദിഖ് സാറിൻ്റെ നേതൃത്വത്തിൽ ചെയ്തു. കാരണം ഒരു ഫിലിം ഇൻഡസ്ട്രി വളരണമെങ്കിൽ ഇത് രണ്ടും വേണം. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു വിജയമാകട്ടെ എന്ന് ഞാൻ പറയുന്നത്. ഇനിയും അടുത്ത തലമുറയ്ക്ക് ഇത് വലിയൊരു സംവിധാനമായി മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ അനുഗ്രഹാശംസകളും. പിന്നെ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചതിലും ഇങ്ങനൊരു സംഗതിയിൽ എനിക്കൊരു പങ്കാളിയാവാൻ സാധിച്ചതിലും നന്ദി പറയുക ഷാജു വാലപ്പൻ്റെ അടുത്തും അതേപോലെ തന്നെ സിദ്ദിഖ് സാറിൻ്റെ അടുത്തും. ഓക്കെ, താങ്ക് യു ഗോഡ്. സുഹൃത്തുക്കളെ, നിങ്ങളെപ്പോലെ ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാനും. ദീപികയുടെ എഡിറ്ററായി ഏതാണ്ട് 30 വർഷങ്ങൾ പ്രവർത്തിച്ച് ആ രംഗത്തു നിന്ന് വിരമിച്ചെന്ന് പറയുന്നില്ല. റിട്ടയർ ചെയ്തതിന് ശേഷം കോട്ടയം പ്രസ് ക്ലബിൻ്റെ സ്കൂൾ ഓഫ് ജേർണലിസത്തിൻ്റെ ഇവിടെ പത്രപ്രവർത്തക പരിശീലനം നൽകുന്ന ഒരു വ്യക്തിയായി മാറുകയുണ്ടായി. അതോടൊപ്പം തന്നെ മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഫിലിം ക്രിട്ടിക്സിൻ്റെ ജനറൽ സെക്രട്ടറിയായി ഏതാണ്ട് 30-40 വർഷത്തോളം പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചു. ഈ സിനിമയെക്കുറിച്ച് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം സിനിമ ഇറങ്ങിയതിന് ശേഷം അതിനെ ഒരു ജൂറി എന്ന നിലയിൽ വിലയിരുത്തുന്ന ജോലിയാണ് ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഇവിടെ സൂചിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അത് മറ്റൊന്നുമല്ല, കാലഘട്ടത്തിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് സിനിമ എല്ലാ കാലഘട്ടത്തിലും പരീക്ഷണങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് നമുക്കറിയാം. ഒരു ജനകീയ കല ആണെങ്കിലും അത് എൻ്റെ സാങ്കേതിക മേഖലയും അതുപോലെ തന്നെ അഭിനയ സ്രോതസ്സുകളും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ധാരാളം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു എന്നല്ല, പരീക്ഷണങ്ങൾക്ക് വിധേയമായ ഒന്നാണ് സിനിമ എന്ന് നമുക്കറിയാം. ഒരു കാലഘട്ടത്തിൽ സിനിമയിലേക്ക് കാർട്ടൂൺ സിനിമകൾ കടന്നു വന്നു. അത് ലോകമെങ്ങുമുള്ള കുട്ടികളെയും മുതിർന്നവരെയും എല്ലാം ഒരുപോലെ ആകർഷിച്ചു ആ കാർട്ടൂൺ സിനിമകൾ. അതായത് എത്തിക്സ് സൊസൈറ്റിയിൽ പ്രോപ്പർ എത്തിക്സ് ഡെവലപ്പ് ചെയ്യാതെ ഈ AI ടെക്നോളജി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമ്പാക്ട്സിൽ കൂടുതൽ ഉണ്ടാകാൻ പോകണം. ആ ചോദ്യത്തിന് ഉത്തരം പറയാം.
അല്ല, ഏതൊരു സാങ്കേതിക വിദ്യയും ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ തന്നെ അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരാളായിരുന്നു. പക്ഷേ ദേശാഭിമാനി പത്രം കമ്പ്യൂട്ടർവൽക്കരിച്ചപ്പോഴാണ് എനിക്ക് ജോലി കിട്ടിയത്. അല്ല, ഇതൊക്കെ ഒരു വൈരുദ്ധ്യമായിട്ടൊക്കെ നമുക്ക് തോന്നാം. അപ്പോൾ സത്യത്തിൽ നമുക്ക് സാങ്കേതിക വിദ്യയോട് പുറംതിരിഞ്ഞ് നിൽക്കേണ്ട ഒരു കാര്യമില്ല. അത് എന്തായാലും മനുഷ്യൻ്റെ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ അനുഗുണമായിട്ടായിരിക്കും അത് വയ്ക്കുന്നത്. പിന്നെ സന്തോഷ് വർക്കി ചോദിച്ച പോലെ ഇത് എത്തിക്സ്, അതിപ്പോൾ നമ്മുടെ ഒരു ഡോക്ടർ ഉണ്ട്. ഇപ്പം ഒരാളുടെ കയ്യിലൊരു കത്തി വന്നാൽ, ഒരു നൈഫ്, അത് ഒരു ഡോക്ടർ ഉപയോഗിക്കുന്നത് ഒരാളുടെ ജീവൻ രക്ഷിക്കാനും, വേറെ ഒരു ക്രിമിനലായിട്ടുള്ള ഒരാൾ ഉപയോഗിക്കുന്നത് ഒരാളെ കുത്തി കൊല്ലാനും ആയിരിക്കുമല്ലോ. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു എത്തിക്സ്, അത് ആ മനുഷ്യൻ്റെ ഇതനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ വരുന്ന സാങ്കേതികത്വത്തെ ഒന്നും കുറ്റം പറയേണ്ട കാര്യമില്ല. അത് ഉപയോഗിക്കുക, അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം. എത്തിക്സ് ഉണ്ടാവാത്ത കൊണ്ടുവരുന്ന കാര്യമുണ്ടെന്ന് ചോദിച്ചത്. എത്തിക്സ് ആദ്യം വേണ്ടത്. അല്ല, ആ എത്തിക്സ് എല്ലാം ഉണ്ടാകുന്നത് മനുഷ്യരിലല്ലേ. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള ഈ നിർമ്മിത ബുദ്ധി, നമ്മുടെ മനുഷ്യർ ആർജിച്ച മുഴുവൻ അറിവുകളും സമാഹരിച്ചു വെച്ചിരിക്കുന്നു, അത് അനാലിസിസ് ചെയ്യുന്നു, നമ്മൾക്ക് അതിൻ്റെ റിസൾട്ട് തരുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യർ ആർജിച്ചതെന്ന് പറയുമ്പോൾ അത് പല രീതിയിലായിരിക്കും മനുഷ്യർ ചിന്തിക്കുന്നതും ഒക്കെ. പക്ഷെ മനുഷ്യൻ്റെ വികാരങ്ങളും ഒന്നും ഇതിൽ പ്രതിഫലിക്കില്ല. അത് മനുഷ്യന് തന്നെ, ആ മനുഷ്യൻ്റെ സ്വന്തമായിട്ടുള്ള ഇതായിരിക്കും. അറിവുകൾ ശേഖരിക്കുന്നു, അത് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു, അത് കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യുന്നു, നമ്മൾക്ക് തിരിച്ചു തരുന്നു. അത് ഏത് മേഖലയിലും അത്തരം പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്റ്റീഫൻ ഹോക്കിംഗ് പോലെ ആൾക്കാർ പറഞ്ഞത് പ്രൊമോട്ട് ചെയ്തതും പ്രൊമോട്ട് ചെയ്താൽ മനുഷ്യനെ ഓവർകം ചെയ്യുന്ന നെഗറ്റീവായിട്ട് മാറുന്നു. ഇല്ല, മനുഷ്യനെ ഒരിക്കലും ഓവർകം ചെയ്യാനായിട്ട് എനിക്ക് കഴിയില്ല. അതിന് ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സൗദി അറേബ്യ എന്ന രാജ്യത്ത് ഒരു പൗര, സോഫിയ എന്ന് പറഞ്ഞ പൗരയുണ്ട്. അവർക്ക് ഒരിക്കലും മനുഷ്യ സമൂഹത്തെ പോലെ ആകാൻ കഴിയില്ല. കാരണം അവരാഗ്രഹമുണ്ട് അവർക്ക്, പക്ഷെ അങ്ങനെ ആകാൻ കഴിയില്ലെന്ന് വ്യക്തമായി നമുക്കറിയാമല്ലോ. അല്ല, ഐൻസ്റ്റീനെ പോലെ ഒന്നും ക്രിയേറ്റീവ് ആവാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കഴിയില്ല. കാരണം ഐൻസ്റ്റീൻ്റെ അറിവും കൂടി നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ മുകളിലുള്ള പുതിയ ജ്ഞാനങ്ങൾ നേടാനായിട്ട് മനുഷ്യൻ തന്നെയാണ് വേണ്ടി വരുന്നത്. ആ നേടിയ അറിവുകൾ നമ്മൾ അതിലേക്ക് ഫീഡ് ചെയ്യുന്നു. മനുഷ്യ സമൂഹം നേടിയ അറിവുകൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് സന്തോഷ് വർക്കിയും ഞാനും സംസാരിക്കുന്ന ഈ സാങ്കേതിക വിദ്യ മനുഷ്യ സമൂഹം നേടിയതാണ്. പക്ഷെ സന്തോഷ് വർക്കിക്കും എനിക്കും ഇതറിയില്ല. ഞാൻ പറയുമ്പോൾ അവർ മനസ്സിലായില്ലേ? നമ്മൾക്ക് രണ്ടുപേർക്കും ഇതറിയില്ല. പക്ഷെ ഇത് മനുഷ്യ സമൂഹം നേടിയ ഈ ജ്ഞാനം മറ്റുള്ളവർക്കും കൂടി പെട്ടെന്ന് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് പെട്ടെന്ന് പഠിക്കാൻ കഴിയും. എയ്റോപ്ലെയിൻ ഉണ്ടാക്കാനായിട്ട് സന്തോഷ് വർക്കിക്കും അറിയില്ല, എനിക്കും അറിയില്ല. പക്ഷേ ഈ സാങ്കേതിക വിദ്യയിൽ ഇതെല്ലാം ലഭ്യമാണ്. മനുഷ്യ സമൂഹം നേടിയ എല്ലാ വിജ്ഞാനങ്ങളും ക്രോഡീകരിക്കപ്പെട്ട സംഭവത്തിൽ നിന്ന് നമുക്കത് ആർജിച്ചെടുക്കാൻ കഴിയും. അതുമാത്രമാണ്. അല്ലാതെ ഐൻസ്റ്റീൻ്റെ ജ്ഞാനമോ അല്ലെങ്കിൽ ഐസക് ന്യൂട്ടൻ്റെ അദ്ദേഹത്തിന് ആ ഒരു പ്രത്യേക പീരീഡിലുണ്ടായ ഒരു ജ്ഞാനമോ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മറ്റേ കരുണയോ സ്നേഹമോ അല്ലെങ്കിൽ ആ ജ്ഞാനമോ ഇതൊന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പുതിയതായിട്ടുണ്ടാക്കില്ല. പക്ഷെ അതെല്ലാം റെക്കോർഡായിരിക്കും. നമുക്ക് അതിൽ നിന്ന് എന്ത് കാര്യങ്ങൾ ആർജിച്ചെടുക്കാൻ കഴിയും. ലാസ്റ്റ് ചോദ്യം, സിനിമയിൽ എസ്തെറ്റിക്സ് മാത്രം മതിയോ അല്ലെങ്കിൽ എത്തിക്സും ആവശ്യമുണ്ടോ? അല്ല, അത് ആ സിനിമ സംവിധായകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ വളരെ ലക്ഷ്യബോധമില്ലാന്നൊക്കെ ആൾക്കാർക്ക് തോന്നുന്ന ജീവിതം നയിച്ചൊരു സിനിമാക്കാരനായിരുന്നു ജോൺ എബ്രഹാം. 40 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചിത്രീകരിച്ച ആ സിനിമ ഇപ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെസ്റ്റിവലിൽ അദ്ദേഹത്തിന് ആദരവോടെ കഴിഞ്ഞ ദിവസമാണ് പ്രദർശിപ്പിച്ചത്. അപ്പോൾ അമ്മ അറിയാനെന്ന് പറഞ്ഞ സിനിമ ഈ ബക്കറ്റിലൊക്കെ പിരിവൊക്കെ എടുത്തിട്ടൊക്കെയാണ് ആ സിനിമ മറ്റേ അദ്ദേഹം ഒഡേസ മൂവീസ് നിർമ്മിക്കുന്നത്. പക്ഷെ അത് കേരളത്തിലെ പല വേദികളിലും ജനങ്ങൾ സിനിമ പിടിക്കുന്നു എന്നുള്ള രീതിയിൽ പ്രദർശിപ്പിച്ചൊരു സിനിമയായിരുന്നത്.
അപ്പം അതിലൂടെ കടന്നു വന്ന പല ആൾക്കാരും ഇപ്പോൾ ജോയ് മാത്യു ആയിരുന്ന അതിൻ്റെ നായകൻ, ബീനപ്പോൾ ആ സിനിമയുടെ എഡിറ്ററായിരുന്നു, വേണു ആ സിനിമയുടെ ക്യാമറമാനായിരുന്നു. അത് അന്ന് ആ സിനിമ പിടിക്കുമ്പോൾ കളർ ചിത്രങ്ങൾ ഇറങ്ങുന്ന കാലത്ത് 16mm ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിലാണ് ആ സിനിമ ചിത്രീകരിച്ചത്. 5 ലക്ഷം രൂപ അവർ കളക്ട് ചെയ്തിട്ട് ആണ് ആ സിനിമ നിർമ്മിച്ചത്. അപ്പം അതിന്നും അപ്പം എസ്തെറ്റിക്സ്, ആ സിനിമയുടെ എസ്തെറ്റിക്സ് അതാണ് തീരുമാനിക്കുന്നത് ആ സിനിമക്കാരൻ തന്നെയാണ് അത്. അപ്പോൾ അത് അവരുടെ ചോയ്സായിട്ടാണ് നമുക്ക് പറയാൻ കഴിയുള്ളത്. ജോൺ അബ്രഹാമിനെ പോലെ ഒരു കലയെ സ്നേഹിക്കുന്ന ആൾക്കാർ പേരുണ്ടോ? അങ്ങനത്തെ ഫിലിം മേക്കേഴ്സ് ജോൺ അബ്രഹാമിനെ പോലെ അങ്ങനത്തെ ഫിലിം കലയെ സ്നേഹിക്കുന്ന ജോൺ അബ്രഹാമിനെ പോലെ ഫിലിം മേക്കേഴ്സ് പേരുണ്ടോ? അതുപോലെ ജീനിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അല്ല, അത്തരത്തിലുള്ള ആളുകളുണ്ട്, ഒരുപാട് സിനിമക്കാരുണ്ട്. സിനിമ ചെയ്യാൻ കഴിയാതെ നടക്കുന്ന ആൾക്കാരായിരിക്കും ഒരുപാടുള്ളത്. അല്ലെങ്കിൽ ഒരു സിനിമ എടുത്തിട്ട് അവർക്ക് ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു സിനിമ എടുത്തിട്ട് ഒരു കലാമേന്മയുള്ള സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സ്ഥാപനം പോലെയാണ് ഈ ചലച്ചിത്ര അക്കാദമിയും IFFK ഒക്കെ പ്രവർത്തിക്കുന്നത്. IFFKയിൽ സെലക്ഷൻ കിട്ടിയ ചിത്രങ്ങൾ മാത്രമേ നമ്മുടെ കേരളത്തിൽ 100ഓളം ഫിലിം സൊസൈറ്റികളുണ്ട്. അവിടെ പ്രദർശിപ്പിക്കുന്നത് അവിടെ സെലക്ഷൻ കിട്ടിയ പടങ്ങൾ മാത്രമാണ്. അപ്പോൾ അവിടെ സെലക്ഷൻ കിട്ടാതെ പോയ, നിർഭാഗ്യവശാൽ സെലക്ഷൻ കിട്ടാതെ പോയ ഒരുപാട് സിനിമക്കാരുടെ ചിത്രങ്ങൾ, അല്ലെങ്കിൽ നല്ല സിനിമക്കാരാകേണ്ട ആളുകളുടെ ചിത്രങ്ങൾ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പുറകോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു പരാജയമാണ്, നമ്മുടെ അതിൻ്റെ ഒരു പോരായ്മകളിൽപ്പെട്ടതാണത്. അപ്പോൾ പുതിയ ഗവൺമെൻറ് എല്ലാം വന്നപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ആ സെലക്ഷനുകളിലെല്ലാം ഉള്ള പടങ്ങളൊന്നും വലിയ വിപ്ലവങ്ങളൊന്നും ഉണ്ടാക്കിയതായിട്ട് കാണുന്നില്ല. പക്ഷെ തിരഞ്ഞെടുക്കപ്പെടാതെ പല നല്ല സംവിധായകരെയും എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ നല്ല സിനിമകൾ ചെയ്ത ആളുകൾ അറിയാം. ഹായ് സർ. ഹായ് സിദ്ദിഖ് സർ. ഒരു ചോദിച്ചോട്ടെ. ഇവിടെയാണ് സാറേ. AI സിനിമ ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റുകൾ ആവശ്യമുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം മമ്മൂക്കയെ വെച്ച് ഇപ്പോൾ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ, AI വെച്ച് ചെയ്യുകയാണെങ്കിൽ മമ്മൂക്കയുടെ സാന്നിധ്യം അവിടെ ആവശ്യമുണ്ടോ? അതായത് ഈ നമ്മളിപ്പോൾ ഇതെല്ലാം പല മോഡൽസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഗൂഗിളിന് മോഡൽസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഹിക്സ് ഫീൽഡ്, പിന്നെ ചൈനീസ് കമ്പനികൾ ക്ലിങ് എന്ന് പറയുന്ന സാധനമുണ്ട്, പിന്നെ മറ്റേ ഇപ്പോൾ ഒരു സി ഡാൻസ് 2 എന്നൊക്കെ പറഞ്ഞ പുതിയ പ്രോഗ്രാംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ കുറെ കൂടെ അഡ്വാൻസ് പ്രോഗ്രാംസാണ്. പക്ഷെ അതിൽ പല പ്രോഗ്രാംസും നമ്മളെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾക്ക് അതിലൂടെ ഉപയോഗിക്കാൻ കഴിയില്ല. അതായത് അങ്ങനൊരു എഗ്രിമെൻ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ചില പ്രോഗ്രാം എന്ന് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് അവർ എഗ്രിമെൻ്റ് ആണ് അതിൻ്റെ. ആ എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പോളിസി വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അഡൾട്ട് ആകാത്ത ആളുകളെ പല മോഡൽസും ഉപയോഗിക്കാൻ കഴിയില്ല. കുട്ടികളെ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ താരങ്ങളെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും, അവരുടെ ഓൺ പ്രൊഡക്ഷനിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയും, അവർക്ക് അധ്വാന ഭാരം കുറക്കാൻ കഴിയും സിനിമ കൊണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ ഇപ്പോൾ ഷാജു ആലപ്പനും ഡോക്ടർ അനശ്വരയും ഒക്കെ അഭിനയിച്ചു, അല്ലെങ്കിൽ ജലീൽ ബാദുഷ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് ആളുകൾ തിയേറ്ററിൽ പോയി സിനിമ കാണില്ല. അപ്പോൾ ആ ഒരു മാർക്കറ്റ് വാല്യൂ അവർക്കുള്ളിടത്തോളം സിനിമയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ, അതിലിപ്പോൾ സന്തോഷ് വർക്കി നായകനായിട്ടൊരു പടം വരുന്നു, സന്തോഷ് വർക്കി എല്ലാവർക്കും അറിയാം, കുറേ ആളുള്ള സിനിമ കാണും. അപ്പം ഒരു സെലിബ്രിറ്റി അല്ലാത്ത ഏതെങ്കിലും മേഖലയിൽ സഞ്ജു സാംസൺ സിനിമ വരുന്നു, അങ്ങനെയൊക്കെ വരാം. പ്രത്യേകിച്ച് അല്ലാതെ പുറത്തുനിന്നൊരു പുതിയൊരു താരത്തിൻ്റെ ഉദയം അത് ഈ വരുന്ന കാലങ്ങളിൽ അതിനൊരു ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഈ ടെക്നോളജി. എന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം. സിദ്ദിഖ് സാർ, ഇപ്പൊ അവരെ ഡേറ്റ് കിട്ടാത്ത ഒരു അവസരത്തിൽ അവരെ സമ്മതം കിട്ടിയാലും നമുക്ക് ചെയ്യാനുള്ള ഒരു അവരുടെ സമ്മതം കിട്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഉപയോഗിക്കുന്ന മോഡലുമായിട്ട് നമ്മൾ എഗ്രിമെന്റ് ചെയ്യേണ്ടി വരും. അത് കാരണം പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരാളും ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്, ഉദാഹരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ
ജോസ് മാമ്പിളി എന്ന് പറയുന്ന ജോസ് ഏട്ടനെ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പലപ്പോഴും ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനോ ചെയ്യുമ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങൾ പോളിസി വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. കാരണം ഇദ്ദേഹത്തെ കാണുമ്പോൾ ലാറ്റിൻ അമേരിക്കയിലെ ഏതോ ഒരു പ്രസിഡന്റ് വയലേക്ക് ഇരിക്കുകയാണ്. അപ്പം അങ്ങനത്തെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഇതിലുണ്ട്. അപ്പം എനിക്ക് അത് കുറേ പ്രശ്നം. പിന്നെ ഞാൻ അതിൻ്റെ പേര് മാറ്റി കൊടുത്ത് കുറേ ചേഞ്ചൊക്കെ ഈ പണ്ട് ഈ പ്രേം നസീർ ഡബിൾ റോളിൽ അഭിനയിക്കുമ്പോൾ ഒരു മറുക് വെക്കണ മാതിരിയൊക്കെ വെച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഞാനിത് ചെയ്തത്. ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഉള്ള പ്രായോഗിക പ്രശ്നങ്ങളാണിത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻക്രിമെൻറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇതിൽ. ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരുപാട് പേരുണ്ട്, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, എഡിറ്റർ, അങ്ങനെ കുറേ പേരുണ്ട്. പക്ഷെ അവസാനം ക്രെഡിറ്റ് കൊണ്ടുപോകുന്നത് നടന്മാരല്ല നടിമാർ കൊണ്ടുപോകുന്നത് ശരിയായ കാര്യമാണ്. ഇല്ല, അത് സത്യത്തിൽ അത് ഈ നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ മാത്രമൊക്കെ അങ്ങനെ ഉള്ളൂ. അത് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു പടമൊക്കെ ഇറങ്ങുമ്പോൾ ജെയിംസ് ക്യാമറോൻ്റെ ഒരു പടം ഇറങ്ങുന്നു, അല്ലെങ്കിൽ സ്പിൽബർഗിൻ്റെ ഒരു പടം ഇറങ്ങുന്നു, അങ്ങനെയൊക്കെയല്ല. അപ്പോൾ മറ്റേ ആ രീതിയിലൊക്കെയാണ് പുറത്തുനിന്നുള്ള പടങ്ങൾ സംവിധായകൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഈ കഥാപാത്രങ്ങളിലൂടെ നേടിയ ഹീറോ പരിവേഷത്തിൽ ഇവരാണ് കൂടുതലും അത് ഉപയോഗിക്കുന്നത്. അവർക്ക് മാത്രമാണ് ആ ഒരു സ്റ്റാർഡം നിലനിൽക്കുന്നത്. അവരുടെ പേരിലാണ് സിനിമ ഇവിടുത്തെ പ്രേക്ഷകർ കാണുന്നത്. ഇപ്പം നല്ലൊരു സിനിമ, നല്ല സംവിധായകൻ പുതുമുഖങ്ങളെ വെച്ച് ഇറക്കിയാൽ പോലും ചിലപ്പോൾ നമ്മളിവിടെ വിജയിക്കണമെന്നില്ല. എന്നാൽ ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ വന്ന ഒരു ഇതില്ലാത്ത കുട്ടികളൊക്കെ അഭിനയിച്ച വാഴ പോലുള്ള സിനിമകളൊക്കെ ആൾക്കാർ സ്വീകരിക്കുന്ന ഒരു അവസരം കൂടി വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ ഒരേ സാധനങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരുന്നിട്ട് ജനത്തിന് പണ്ട് യേശുദാസിൻ്റെ പാട്ട് മാത്രം കേട്ടുകൊണ്ടിരുന്ന ജനത്തിൻ്റെ മുമ്പിൽ ജാസി ഗിഫ്റ്റിൻ്റെ ഒരു പാട്ട് വന്നപ്പോൾ ചെറിയ കുട്ടികളൊക്കെ പാടി നടന്നു. അപ്പം അങ്ങനത്തെ ഒരു മാറ്റം അതിലൊക്കെയാണ് ഇതിങ്ങനെയൊക്കെ വരുള്ളൂ. എപ്പോഴും സിനിമ നിർമ്മിക്കാനും അത് വിതരണം ചെയ്യാനും അതിലൂടെ സമ്പത്തുണ്ടാക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത് ഇപ്പോഴും ഈ താരങ്ങൾക്കും അവരുടെ കമ്പനികൾക്കും തന്നെയാണ്. അത് ലാസ്റ്റ് ഒരു ചോദ്യം, സിനിമയുടെ ലക്ഷ്യം എന്റർടൈൻമെന്റ് മാത്രമാണോ, അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കാതെ ഉണ്ടോ? സോറി, സിനിമയുടെ ലക്ഷ്യം എന്റർടൈൻമെന്റ് മാത്രമാണോ? അല്ല, അത് ഞാൻ പറയാം, രണ്ട് രീതിയാണ്. അത് ആ സിനിമ സമീപിക്കുന്ന രീതിയാണ്. സംവിധായകൻ എങ്ങനെ സമീപിക്കുന്നു. ഇപ്പൊ ജോൺ എബ്രഹാം ഒരിക്കൽ പറഞ്ഞത്, അയാൾക്ക് എത്ര പൈസ കൊടുത്താലും എത്ര കള്ള് മേടിച്ചു കൊടുത്താലും അയാൾ കമേഴ്സ്യൽ സിനിമ ചെയ്യില്ലെന്ന് പറഞ്ഞു. അത് ആളൊരു പോളിസിയാണത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട്. ഇപ്പം അതേപോലെ തന്നെ സിനിമ കലാമേന്മയും കച്ചവടം ഉപയോഗിച്ച കുറേ സിനിമക്കാരൻ നമ്മുടെ അതിലുണ്ട്. KG ജോർജ് ഉണ്ട്. ഇപ്പം യവനിക ഇതിൽപ്പെട്ടൊരു സിനിമയാണ്. ഇപ്പം എല്ലാ സിനിമ പഠിക്കുന്ന പിള്ളേരെല്ലാം റെഫർ ചെയ്ത സിനിമകളിൽപ്പെട്ട് യവനികയുണ്ട്. അതേപോലെ തന്നെ ഭരതൻ, പത്മരാജൻ, ഭരതൻ്റെ മറ്റേ വൈശാലി എന്ന് പറയുന്ന സിനിമ കലാമേന്മയുള്ള സിനിമയോടൊപ്പം തന്നെ വലിയ കച്ചവട സാധ്യത ഉണ്ടായിരുന്ന സിനിമയാണ്. അറ്റ്ലസ് രാമചന്ദ്രൻ്റെ ഒരു സിനിമയായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്ത് കിട്ടിയൊരു സിനിമയാണ് അത്. അതേപോലെ തന്നെ ഞാൻ ഈ അന്ധവിശ്വാസങ്ങളിലൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിലും പത്മരാജൻ്റെ അവസാനത്തെ സിനിമ ഞാൻ ഗന്ധർവൻ എന്നെ ഞെട്ടിച്ച് കളഞ്ഞൊരു സിനിമയാണ്. അപ്പം അത് കലാമേന്മയും കച്ചവടവും കൂടി ഉണ്ടായിരുന്ന സിനിമയായിരുന്നു പത്മരാജൻ്റെ ഞാൻ ഗന്ധർവൻ. ശരിക്കും എനിക്കതിൽ ഗന്ധർവനൊക്കെ വരുന്നതായിട്ട് അദ്ദേഹം അതിനെ അനുഭവിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പം അത് രണ്ടും കൂടി കൊണ്ട് നടക്കുന്ന ആൾക്കാരും ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിപ്പിക്കുന്ന പല സിനിമകളും, ഇപ്പോൾ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും അല്ലെങ്കിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിപ്പിക്കുന്ന പടങ്ങളിൽ ലോകത്ത് 140ഓളം യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. ഈ പതീർ പാഞ്ചാലി എന്ന് പറയുന്ന സത്യജിത്രയുടെ സിനിമ അത് ഒരു കൊമേഴ്സ്യൽ വാല്യൂ ഉള്ളൊരു സിനിമയൊന്നും അല്ല. പക്ഷെ ഇപ്പോഴും ലോകത്തെ സിനിമകളിൽ ഒരു 50 സിനിമകളെയൊക്കെ പരിഗണിക്കുമ്പോൾ അതിൽ പതീർ പാഞ്ചാലി വരുന്നുണ്ട്. അതിപ്പോൾ റീസ്റ്റോർ ചെയ്യുകയൊക്കെ ചെയ്യണ്ടായി. അടുത്തിടെ 4K റീസ്റ്റോർ ചെയ്യണ്ടായി ആ പടം. അപ്പോൾ കല എന്ന് പറയുന്ന സാധനം വേറെ ഉണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോട്ടയത്തു നിന്ന് ഒരുപാട് ആഴ്ചപ്പതിപ്പുകളുണ്ടായിരുന്നു. അവർ മലയാളം പഠിപ്പിക്കാനായിട്ട് കഴിഞ്ഞു, മലയാളം അക്ഷരം കൂട്ടി വായിപ്പിക്കാനായിട്ട് ആ മീഡിയകൾക്കൊക്കെ കഴിഞ്ഞിരുന്നു പണ്ട് ജനങ്ങളെ, സാധാരണക്കാരൻ. പക്ഷേ അതിലെഴുതിയിരുന്ന ഒരു എഴുത്തുകാരെയും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. പക്ഷെ 100 പേജുള്ള ബാല്യകാലസഖി എഴുതിയ ബഷീറിനെ, അല്ലെങ്കിൽ മതിലുകൾ എഴുതിയ ബഷീറിനെ, അപ്പോൾ ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ എഴുതിയ അവരൊക്കെ ഇന്നും സൊസൈറ്റിയിൽ നിലനിൽക്കുന്നു.
ഈ വായനാ ദിനത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന എഴുത്തുകാരായിട്ടൊക്കെ അവർ നിലനിൽക്കുന്നു. അപ്പം അത് കലയും മറ്റേ കച്ചവടം തമ്മിലുള്ള ആ വ്യത്യാസമില്ലേ, അത് നമുക്ക് അതിനിങ്ങനെ ഒരു കറക്റ്റ് ഇന്നതാണ് ഇന്നാന്ന് പറയാൻ കഴിയില്ല. പക്ഷെ നിലനിൽക്കുന്ന സാധനം കല നിലനിൽക്കുന്നതായിരിക്കും, കച്ചവടം നിലനിൽക്കുന്നതായിരിക്കില്ല. ഇപ്പം ചോദിച്ച ചോദ്യത്തിന് എൻ്റെ ഭാഗത്തുനിന്നും കൂടിയും ഒരു ആൻസർ ഉണ്ട്. ഞാൻ സോഷ്യൽ ആക്ടിവിറ്റികളിലൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമരങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓരോ ഇപ്പോൾ സിദ്ദിഖ് നേരത്തെ പറഞ്ഞ പോലെ +2 സമരം, അതുപോലെ കമ്പ്യൂട്ടർവൽക്കരണ സമരമൊക്കെ. അപ്പോൾ ഞാൻ സ്കൂളിലായിരുന്നു, ഹൈസ്കൂൾ തലങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് വളരെയധികം മനുഷ്യ മനസ്സുകളിൽ ഇടം പിടിക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മീഡിയയാണ് സിനിമ എന്നും കൂടി നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളൊരു സോഷ്യൽ മെസ്സേജ് റോട്ടിലിറങ്ങി സമരം ചെയ്യുന്നതിന് പകരം ഇതേപോലെ നമ്മുടെ അഭ്രപാളിയിൽ നമ്മളൊരു കഥയാവിഷ്കരിച്ച് ഒരു മെസ്സേജ് കൊടുത്താൽ അത് ജനങ്ങളിലേക്ക് എത്തുന്നു, ജനങ്ങൾ ബോധവാന്മാരാവും എന്നുള്ളത് നമുക്കറിയാം. അതിന് ആർട്ട് ഫിലിമോ കൊമേഴ്ഷ്യൽ ഫിലിമോ എന്നൊന്നുമില്ല. നമുക്ക് മനുഷ്യ മനസ്സിൽ ഇടം പിടിക്കുന്ന തരത്തിൽ ആര് സിനിമ ചെയ്താലും അത് വർക്കൗട്ടാവും എന്നാണ് ഒരു സമരരീതി പോലെ തന്നെയാണ് അതിനെ ഞാൻ കാണുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനും ഈ ഫീൽഡിലേക്ക് വന്നതും ഈ ആശയങ്ങൾ പറയുമ്പോൾ നമുക്ക് അതിനോട് സഹകരിക്കാനും സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അല്ല, ഞങ്ങൾ കുറച്ച് ഫെസ്റ്റിവലുകൾ പോയതിന് ശേഷം ഞങ്ങൾ റിലീസ് ചെയ്യുള്ളൂ. കാരണം ഈ പ്രീമിയർ ആവശ്യപ്പെടുന്ന കുറേ ഫെസ്റ്റിവലുകളുണ്ട്. ഇപ്പം ഈ സിനിമ മിക്കവാറും വലിയ ഫെസ്റ്റിവലുകളിലേക്കെല്ലാം അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രീമിയർ സ്റ്റാറ്റസ് വേണം പല ഫെസ്റ്റിവലുകൾക്കും. നമ്മൾ റിലീസ് ചെയ്ത പടങ്ങൾ പല ഫെസ്റ്റിവലും ഇപ്പോൾ ടിഫ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രശ്നമാണ്. പണ്ട് നമ്മുടെ ഈ പുഴു എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു സെലക്ഷൻ കിട്ടിയ പടമൊക്കെ ആയിട്ടാണ് നമുക്ക് അറിഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അവർ റിലീസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് അവിടെ കളിക്കാൻ കഴിയുന്നത്. ഇല്ല, അങ്ങനെയില്ല. ഞങ്ങളിപ്പോൾ അതിൻ്റെ റെക്കോർഡിക്കലായിട്ട് ഞങ്ങളാണിത് ഫസ്റ്റ് സെൻസർ ചെയ്ത ഒരു സിനിമ. അതല്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് വെക്കുന്നത്. അതിനാണ് നിങ്ങളുടെ സഹായം ചോദിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ പടം സെൻസറിങ് ഒക്കെ എല്ലാം ചെയ്തു. അപ്പോൾ അത് നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുക. നിങ്ങളാണ് പിന്നെ അത് ജനങ്ങളിലേക്ക് തരുന്നത്. നമ്മളിപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. മീഡിയ എന്ന് പറഞ്ഞൊരു ഇത് ഒരു ഇൻഫ്ലുവൻസിങ് അല്ലെങ്കിൽ എല്ലാവരിലും എത്തിക്കുന്ന ഒരു സംഭവമാണ്. ഒരു ന്യൂസിനെ എല്ലാവരും എത്തിക്കുക. പിന്നെ ഗവൺമെൻറ് റെക്കോർഡിക്കലി നമ്മൾ തന്നെയാണ്. ഇപ്പോൾ സെൻസർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒഫീഷ്യലി ഒരു ഇത് തന്നെയാണ്. ശരിക്കും ഒരു എന്താ പറയുക, നമ്മൾ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഒരു സംഭവം തന്നെയാണ് സെൻസറിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് മലയാളത്തിലെ ആദ്യത്തെ, ഇന്ത്യയിലെ ആദ്യത്തെ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഷാജേട്ടാ ഒരു ക്വസ്റ്റ്യൻ ചേട്ടനോടാണ്. അതെ, ചേട്ടൻ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് ഈ സിനിമയിൽ ചേട്ടൻ ലാഭം പ്രതീക്ഷിക്കുന്നുണ്ടോ? മുടക്ക് മുതൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതും ലാഭം, പിന്നെ അതുമാത്രമല്ല ചേട്ടൻ്റെ ഒരു പാഷൻ്റെ പുറത്താണോ ഈ സിനിമ നിർമ്മിച്ചത്? അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു ബിസിനസ്സുകാരനാണ്. നഷ്ടം ഉണ്ടാക്കാൻ ഒരു മേഖലയിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് കച്ചവടം മാത്രമല്ല. ഞാൻ അധ്വാനിക്കുന്ന എൻ്റെ വേർപ്പിൻ്റെ ഒരു എമൗണ്ട് പല മേഖലകളിലായിട്ട് ഞാൻ ചിലവഴിക്കാറുണ്ട്. പലപ്പോഴും ജീവകാരുണ്യ പ്രവർത്തനം, സോഷ്യൽ ആക്ടിവിറ്റിക്കും, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം സന്തോഷത്തിന്, എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷത്തിന്. ഇപ്പം എൻ്റെ കുടുംബം ലിൻസി ആയാലും നോയലായാലും നോവയും എല്ലാവരും നേയും എല്ലാവരും എൻ്റെ ഒപ്പമുള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അവരുടെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. എൻ്റെ തൊഴിലായിട്ട് മാത്രം എനിക്ക് പോവുക, കുടുംബം നോക്കി പോവുക, അങ്ങനെ സാധിക്കുള്ളൂ. പക്ഷെ അവരെല്ലാവരും ലിൻസി കട്ടയ്ക്ക് നിൽക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നോയൽ കട്ടയ്ക്ക് നിൽക്കുന്നതുകൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കലേനെ ഇഷ്ടമാണ്, സ്പോർട്സിനെ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ എനിക്ക് അങ്ങനെ അതിനൊന്നും അധികം പോകാനുള്ള സംവിധാനം വീട്ടിൽ നിന്നുണ്ടായിട്ടില്ല. കാരണം അപ്പച്ചൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു.
അപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ പഠിക്കട, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് ചെയ്യട എന്ന് പറയുന്നൊരു സമയം. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കളിക്കാൻ വിടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾക്ക് വിട്ട് കഴിഞ്ഞാൽ പഠനത്തിൽ ശ്രദ്ധ. ഞാൻ വലിയ പഠിപ്പിസ്റ്റായിട്ടല്ല കേട്ടോ പറയണേ. എന്നിരുന്നാലും അവരുടെ കാഴ്ചപ്പാടിൽ നമ്മളെപ്പോഴും ബുക്ക് തുറന്നിരിക്കുന്ന ഒരു സംവിധാനമാണ് വേണ്ടത്. അപ്പോൾ അന്നാളിൽ അങ്ങനെ ആക്ടിവിറ്റിയിലൊന്നും പങ്കെടുക്കാൻ വരില്ല. പിന്നെ ഇപ്പം നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു അവസരം വന്നപ്പോൾ എനിക്ക് ഈ കലാകാരന്മാരോടും സ്പോർട്സുകാരോടും ഒക്കെ ഭയങ്കര താല്പര്യമാണ്. അതുപോലെ അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ഞാൻ എടുത്തിട്ടുണ്ട് ഒരിക്കൽ ഒരു പഞ്ചായത്ത് മേളയിൽ 5000 മീറ്റർ റണ്ണിങ്ങിന് 3rd പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഫുൾ ടൈമോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു അവസരം പ്രാപ്തിയൊക്കെ വന്ന അവസരത്തിൽ ഉള്ള ടൈം നമുക്ക് അതിനോടുള്ള താല്പര്യം കൊണ്ടും കൂടിയാണ് ഈ കലയിലേക്ക് കാലെടുത്ത് വെച്ചത്. അതുപോലെ സോഷ്യൽ ആക്ടിവിറ്റി മുഴുവൻ സമയം പണം സമ്പാദിക്കലായിട്ട് നടന്നുകൊണ്ട് ഒരു മനുഷ്യനാവില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. സത്യത്തിൽ നിങ്ങൾ അധ്വാനിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാത്രമായി ഒരു സങ്കുചിതമായ മനസ്സില്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾക്കും കുറച്ച് സമയവും പണവും ചിലവാക്കിയാൽ നിങ്ങൾക്ക് തന്നെ ആത്മസംതൃപ്തി ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ടും വേണ്ടി വരും. ലിൻസി ഇവിടെ ഉള്ളതുകൊണ്ട് പൊക്കി പറയണതല്ല കേട്ടോ. ഓക്കെ, താങ്ക് യു. സാറേ, ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സാറിൻ്റെ ഈ പ്രൊഡക്ഷനിൽ വാലപ്പൻ ക്രിയേഷൻസ് അല്ലേ പേര്? ഫാമിലി നെയിമാണ്. അതെ, ഓക്കെ സാർ. അതിൽ എത്രാമത്തെ സിനിമയാണ് ഇപ്പോൾ സാർ ഇപ്പോൾ ചെയ്തത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങള് കൊറോണ കാലത്ത് ഞാനിവിടെ ഒരു 8 മാസം നാട്ടിൽ പെട്ടുപോയി. അറിയാലോ, ഞാൻ സൗദി ബേസ്ഡ് ബിസിനസ്സാണ് ചെയ്യണമെന്നുള്ളത്. ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്. അപ്പോൾ ഇവിടെ പെട്ട് കഴിഞ്ഞപ്പോൾ അന്ന് ആർക്കും വീടിൻ്റെ പുറത്തിറക്കാനുള്ള ഒരു സാഹചര്യമല്ല. അപ്പോൾ വീടിനകത്ത് ഉള്ള സ്ഥലത്ത് വെണ്ടയ്ക്ക, തക്കാളി അങ്ങനെയൊക്കെ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ തൊട്ടടുത്ത എൻ്റെ ചാലക്കുടിക്കാരനായ എൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, നമുക്കൊരു സിനിമ ചെയ്താലോ എന്ന് പറഞ്ഞു. അപ്പോൾ കൊറോണ അവസാനിക്കുന്നൊരു സമയമായി തുടങ്ങി. അങ്ങനെ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തു. ആ ഷോർട്ട് ഫിലിമിന് സ്റ്റേറ്റ് അവാർഡുകൾ കുറച്ച് കിട്ടി. ഇതല്ലോ, നിങ്ങൾക്ക് യൂട്യൂബ് അടിച്ചാൽ കാണാൻ പറ്റും. ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, നമുക്കൊരു കമേഴ്ഷ്യൽ പടം പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചാലക്കുടിയിൽ നടന്ന ഒരു കഥയെ ആസ്പദമാക്കിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിനിമ പിടിക്കേണ്ട സാഹചര്യം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പലരെയും മുൻപോട്ട് കൊണ്ടുവന്നു. ആ മുൻപോട്ട് കൊണ്ടുവന്നവരിൽ പലരും ഇന്ന് മുൻനിരയിലൊക്കെ ഉണ്ട്. ഇടയ്ക്ക് സന്തോഷമുണ്ട്, ഇടയ്ക്ക് വാട്സപ്പിലും മറ്റു കോളുകളൊക്കെ ആയിട്ട് വരും. സാർ അത് കൊണ്ടുവന്ന് ഞങ്ങളെ ഇതിലാക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് മേഖലയിൽ നിൽക്കുന്നുണ്ട്, ഞങ്ങൾക്ക് തിളങ്ങാൻ പറ്റുന്നുണ്ട്. മമ്മൂട്ടി മോഹൻലാലായി എന്നല്ല പറഞ്ഞേ, എന്നാലും അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി ആ സിനിമാ മേഖലയിൽ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഈ 2 പടത്തിൽ തന്നെ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നസീമുത്ത അല്ലേ, ആദ്യമായിട്ടല്ലേ സിനിമയിൽ വന്നത്? അതിപ്പോൾ അതേപോലെ ഞാൻ പത്രസുഹൃത്ത്, നിങ്ങളുടെ ഇപ്പോൾ PRO ആയി ഞങ്ങളുടെ സിനിമയുടെ PRO ആയി വർക്ക് ചെയ്യുന്ന ഷെജിൻ, അദ്ദേഹം നായകനായിട്ട് വരുന്ന പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു 30 വർഷത്തിലധികമായി സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ആദ്യമായിട്ട് നായകനായി നല്ല രീതിയിൽ വന്ന് നല്ല അഭിനയം കാഴ്ചവെച്ച് നാഷണൽ ഇൻ്റർനാഷണൽ അവാർഡും വാങ്ങിച്ച ഒരു വ്യക്തിയായി മാറി ആദ്യത്തെ സിനിമയിൽ തന്നെ. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും കലയെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവസരമാണ് അതിനൊക്കെ ഒരു എന്താ പറയുക, നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ആ അവസരം ഷെജിന് കിട്ടിയപ്പോൾ ഷെജിൻ അത് വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്തു, മുകളിലേക്ക് വന്നു. ഇന്ന് ഇന്ത്യയിൽ സിനിമ ഫീൽഡിൽ അറിയപ്പെടുന്ന ഒരാൾ നിങ്ങളിലൊരാളാണ്. അപ്പോൾ ഇതുപോലെ പലരും നിങ്ങളിലുണ്ടാവാം. കഴിവിനെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങളും തയ്യാറാണ്. പക്ഷേ പ്രതിഫലം മാത്രം കാണാതെ ഞങ്ങളോടൊപ്പം കൂടണമെങ്കിൽ എപ്പോഴും വിലക്കും അല്ലേ സിദ്ദിഖ? ഞങ്ങളിതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. വാലപ്പൻ സിദ്ദിഖ് കൂട്ടുകെട്ട് ഇതൊരു കണ്ടിന്യൂറ്റി ഉള്ളതാണ്, ആത്മബന്ധമാണ്. അതല്ലാതെ ഞങ്ങൾ പണം മാത്രം മോഹിച്ചല്ല ഈ സിനിമയിലേക്ക് ഇറങ്ങി എന്നാൽ നഷ്ടം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ ഒപ്പം കൂടാവുന്നവരോട് ഞങ്ങളുടെ ആശയം പറഞ്ഞു. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക, കുഴപ്പമില്ല. എല്ലാവരുമായിട്ടും ഞങ്ങൾ സഹകരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ക്യാമറ ചെയ്യുന്ന ഞങ്ങളുടെ ജലീൽ ബാദുഷാ, അദ്ദേഹം ഇതേപോലെ തന്നെയാണ്. ഒരുപാട് തിരക്കുകളും ഒരുപാട് സിനിമയും ചെയ്തൊരു വ്യക്തിയാണ്. ആ വ്യക്തി
ഞങ്ങൾ ഏത് നിമിഷം വിളിച്ചാലും ഏത് പാതിരയ്ക്ക് വിളിച്ചാലും ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞാൻ ഇന്നലെ വിളിച്ചുള്ള ആൾ ഇന്നിവിടെ എത്തി. ഒരുപാട് സിനിമ ചെയ്യുന്നൊരു വ്യക്തിയാണ്.